കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് മെത്തഡോളജി ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്നുള്ളത്. അതിൽ വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, ഐഡിയ ഓഫ് ഹിസ്റ്ററി. ചരിത്രം എന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, സംഭവങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ചരിത്രം നമ്മെ സഹായിക്കുന്നു. കാലാന്തരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ചരിത്രം. ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ബൈ മാർക്ക് ബ്ലോക്ക്. മാർക്ക് ബ്ലോക്കിൻ്റെ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ചരിത്ര ഗവേഷണത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കൃതിയാണ്. ഒരു ചരിത്രകാരൻ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, തെളിവുകൾ ശേഖരിക്കണം, അവയെ വിമർശനാത്മകമായി വിലയിരുത്തണം, ഭൂതകാലത്തെ പുനർനിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. ചരിത്രപരമായ വിശകലനത്തിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു പറയുന്നുണ്ട്. ഗവേഷണ പ്രശ്നം അഥവാ റിസർച്ച് പ്രോബ്ലം. ഒരു ഗവേഷണ പഠനത്തിൽ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ചോദ്യം അല്ലെങ്കിൽ പ്രശ്നമാണ് ഗവേഷണ പ്രശ്നം. ഇത് വ്യക്തവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പഠനം എന്തിനെക്കുറിച്ചാണെന്ന് നിർവചിക്കുന്നതുമായിരിക്കണം. നല്ലൊരു ഗവേഷണ പ്രശ്നം ഗവേഷണത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നു. പ്രാദേശിക ചരിത്രം അഥവാ ലോക്കൽ ഹിസ്റ്ററി. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. ഇതൊരു ഗ്രാമം, നഗരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ മേഖല എന്നിവയുടെ കഥയാകാം. പ്രാദേശിക ചരിത്രത്തിൽ അവിടുത്തെ ആളുകൾ, അവരുടെ സംസ്കാരം, പ്രധാന സംഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രാദേശിക ബോധം അഥവാ ലോക്കൽ കോൺഷ്യസ്നസ്. ഒരു പ്രത്യേക പ്രദേശത്തെ ആളുകൾക്ക് തങ്ങളുടെ പ്രദേശത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമുള്ള ഒരു ബോധമാണ് പ്രാദേശിക ബോധം. ഇത് അവരുടെ സാമൂഹിക ബന്ധങ്ങൾ, പാരമ്പര്യം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നിവയിൽ നിന്ന് രൂപം കൊള്ളുന്നു. ഒരുമയുടെയും സ്വത്വബോധത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണിത്. മിത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിലോ സമൂഹത്തിലോ പ്രചാരത്തിലുള്ള പരമ്പരാഗതമായ കഥകളെയാണ് മിത്തുകൾ എന്ന് പറയുന്നത്. ഇവ പലപ്പോഴും ദൈവങ്ങളെക്കുറിച്ചോ വീരന്മാരെക്കുറിച്ചോ ലോകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ ഉള്ള വിവരണങ്ങളായിരിക്കാം. മിത്തുകൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളല്ലെങ്കിലും അവ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും വെളിവാക്കി തരുന്നുണ്ട്. വാമൊഴി പാരമ്പര്യങ്ങൾ അഥവാ ഓറൽ ട്രഡീഷൻസ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വാമൊഴിയായി കൈമാറി വരുന്ന കഥകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, ആചാരങ്ങൾ എന്നിവയാണ് വാമൊഴി പാരമ്പര്യങ്ങൾ. എഴുത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളിൽ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും ഇത് പ്രധാന പങ്കുവഹിച്ചു. വാമൊഴി ചരിത്രം അഥവാ ഓറൽ ഹിസ്റ്ററി. ഭൂതകാലത്തെക്കുറിച്ച് നേരിട്ട അനുഭവമുള്ള വ്യക്തികളുമായി നടത്തുന്ന അഭിമുഖങ്ങളിലൂടെ ചരിത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് വാമൊഴി ചരിത്രം. ഇത് ഔദ്യോഗിക രേഖകളിൽ ലഭ്യമല്ലാത്ത വ്യക്തിഗത അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് ഓറൽ ഹിസ്റ്ററി. വാമൊഴി ചരിത്രം ചരിത്രത്തിൻ്റെ പഠനത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദങ്ങൾ കേൾക്കാനും ഔദ്യോഗിക രേഖകളിൽ നിന്ന് വിട്ടുപോയ വിവരണങ്ങൾ നേടാനും ഇത് സഹായിക്കുന്നു. സാമൂഹിക ചരിത്രം, സ്ത്രീകളുടെ ചരിത്രം, സാധാരണക്കാരുടെ ചരിത്രം എന്നിവ പഠിക്കുന്നതിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലൈഫ് ഹിസ്റ്ററി. ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണമാണ് ലൈഫ് ഹിസ്റ്ററി. ഇത് അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള പ്രധാന സംഭവങ്ങൾ, അനുഭവങ്ങൾ, ചിന്തകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ലൈഫ് ഹിസ്റ്റോറിയൻസ്. ഒന്നോ അതിലധികമോ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ജീവചരിത്രങ്ങൾ. ഇത് അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫി. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന വിവരണമാണ് ആത്മകഥ. ഇത് അവരുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയുടെ വ്യക്തിപരമായ രേഖകളാണ്. വംശാവലി. ഒരു കുടുംബത്തിലോ വംശത്തിലോ തലമുറകളെക്കുറിച്ചുള്ള ക്രമമായ പട്ടികയാണ് വംശാവലി. ഇത് പൂർവികരെയും അവരുടെ ബന്ധങ്ങളെയും കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. പലപ്പോഴും സാമൂഹിക സ്ഥാനവും പാരമ്പര്യവും മനസ്സിലാക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. എന്താണ് ബഖർ എന്ന് പറഞ്ഞാൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യ രൂപമാണിത്. ഇതിലെ രാജാക്കന്മാരുടെ ജീവചരിത്രങ്ങൾ, പ്രധാന സംഭവങ്ങൾ, യുദ്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ചരിത്രപരമായ വിവരണങ്ങൾ നൽകുന്നതോടൊപ്പം ഇത് സാഹിത്യപരമായ മൂല്യവും ഉൾക്കൊള്ളുന്നു. റാസോ എന്ന് പറഞ്ഞാൽ രജപുത്രന്മാരുടെ ചരിത്രവും വീരകഥകളും പറയുന്ന ഒരുതരം മധ്യകാല ഹിന്ദി സാഹിത്യമാണ് റാസോ. ഇതിൽ അവരുടെ ധീരത, യുദ്ധങ്ങൾ, പ്രണയം എന്നിവയെക്കുറിച്ചുള്ള വർണ്ണനകൾ കാണാൻ പറ്റും. ചരിത്രപരമായ വിവരങ്ങളോടൊപ്പം ഇതിന് നാടോടി സാഹിത്യത്തിൻ്റെ സ്വാധീനവുമുണ്ട്. ശിലാലിഖിതങ്ങൾ അഥവാ ഇൻസ്ക്രിപ്ഷൻസ്. കല്ലിലോ ലോഹത്തിലോ കൊത്തിവെച്ച ചരിത്രപരമായ രേഖകളാണ് ശിലാലിഖിതങ്ങൾ. ഇവയിൽ രാജാക്കന്മാരുടെ കൽപ്പനകൾ, നേട്ടങ്ങൾ, ദാനങ്ങൾ, സാമൂഹിക സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. പുരാതന ചരിത്രം പഠിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രാഥമിക ഉറവിടങ്ങളാണവ. താളിയോല രേഖകൾ.
പാം റെക്കോർഡ്സ്. ഈന്തപ്പനകളുടെ ഉണക്കിയ ഇലകളിൽ എഴുതിയ പുരാതന രേഖകളാണ് താളിയോല രേഖകൾ. കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവ ധാരാളമായി കണ്ടുവരുന്നു. ചരിത്രം, സാഹിത്യം, വൈദ്യം, ജ്യോതിഷം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പുരാതനവും ക്ലാസിക്കലുമായ സാഹിത്യകൃതികളെ പൊതുവെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇത് മതഗ്രന്ഥങ്ങൾ, തത്വചിന്താപരമായ രചനകൾ, ഇതിഹാസങ്ങൾ, കാവ്യങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ്. ഒരു കാലഘട്ടത്തിലെ അറിവ്, വിശ്വാസങ്ങൾ, സാമൂഹിക ഘടന എന്നിവ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ചൂർണാസ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ സംഭവങ്ങളുടെ സംക്ഷിപ്തമായ വിവരണങ്ങളോ രേഖകളോ ആണ് ചൂർണങ്ങൾ. ഇവ താളിയോലകളിലോ കടലാസിലോ എഴുതി ചുരുട്ടി വെക്കുന്നു. ഒരു പ്രത്യേക സംഭവം അല്ലെങ്കിൽ കാലഘട്ടം സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആർക്കീവൽ സോഴ്സസ്, സർക്കാർ രേഖകൾ, സ്വകാര്യ രേഖകൾ, കത്തുകൾ, ഡയറികൾ, ഫോട്ടോകൾ തുടങ്ങിയ ചരിത്രപരമായ പ്രാധാന്യമുള്ള രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ആർക്കൈവുകൾ. ഈ ഉറവിടങ്ങൾ ചരിത്ര ഗവേഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. കടലാസ് രേഖകൾ അഥവാ പേപ്പർ റെക്കോർഡ്സ്. ചരിത്രപരമായ വിവരങ്ങൾ അടങ്ങിയ കടലാസിൽ എഴുതിയ രേഖകളാണ് കടലാസ് രേഖകൾ. കത്തുകൾ, ഔദ്യോഗിക ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, സ്വകാര്യ കുറിപ്പുകൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആധുനിക ചരിത്ര ഗവേഷണത്തിൽ ഇവ പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ്. രേഖപ്പെടുത്തൽ അഥവാ ഡോക്യുമെന്റേഷൻ. വിവരങ്ങൾ ചിട്ടയായും കൃത്യമായും രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് രേഖപ്പെടുത്തൽ. ഗവേഷണത്തിൽ ശേഖരിച്ച വിവരങ്ങൾ, തെളിവുകൾ, നിരീക്ഷണങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നത് പഠനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. സ്ഥല സർവേ അഥവാ ഫീൽഡ് സർവേ. ഒരു പ്രത്യേക പ്രദേശത്തെക്കുറിച്ച് നേരിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള രീതിയാണ് സ്ഥല സർവേ. ചരിത്രപരമായ സ്ഥലങ്ങൾ, പുരാവസ്തുക്കൾ, സാമൂഹിക ഘടന എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായിക്കുന്നു. സ്ഥല സന്ദർശനങ്ങൾ അഥവാ ഫീൽഡ് ട്രിപ്സ്. പഠനത്തിന്റെ ഭാഗമായ ചരിത്രപരമായ സ്ഥലങ്ങളോ സാംസ്കാരിക കേന്ദ്രങ്ങളോ സന്ദർശിക്കുന്നതിനെയാണ് സ്ഥല സന്ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഇത് നേരിട്ടുള്ള അനുഭവത്തിലൂടെ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സ്ഥലനാമങ്ങൾ, പ്ലേസ് നെയിംസ്. ഒരു പ്രദേശത്തിന്റെ പേരാണ് സ്ഥലനാമം. ഈ പേരുകൾക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ടാകാം. ഒരു സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം, സംസ്കാരം, മുൻകാല താമസക്കാർ എന്നിവയെക്കുറിച്ച് സ്ഥലനാമങ്ങളിൽ സൂചനകൾ ലഭിച്ചേക്കാം. വംശീയ ചരിത്രം അഥവാ എത്നോ ഹിസ്റ്ററി. ഒരു പ്രത്യേക വംശീയ വിഭാഗത്തിന്റെ സംസ്കാരം, പാരമ്പര്യം, ചരിത്രം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് വംശീയ ചരിത്രം. വാമൊഴി പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക ഘടന എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. സൂക്ഷ്മ ചരിത്രം അഥവാ മൈക്രോ ഹിസ്റ്ററി. ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ഉള്ള ആഴത്തിലുള്ള പഠനമാണ് സൂക്ഷ്മചരിത്രം. ഇത് വലിയ ചരിത്രപരമായ പ്രവണതകളെയും മാറ്റങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ. ഒരു പ്രത്യേക നിരീക്ഷണങ്ങളിൽ നിന്നോ തെളിവുകളിൽ നിന്നോ പൊതുവായ നിഗമനങ്ങളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് സാമാന്യവൽക്കരണം. ചരിത്രത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ നിന്ന് പൊതുവായ പാഠങ്ങൾ പഠിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അനുബന്ധങ്ങൾ അഥവാ അപ്പൻഡിസസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത അധിക വിവരങ്ങൾ, പട്ടികകൾ, ചിത്രങ്ങൾ എന്നിവ നൽകുന്ന വിഭാഗമാണ് അനുബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് പഠനത്തിന് കൂടുതൽ വ്യക്തത നൽകുന്നു. ന്യൂ നാച്ചർ ഓഫ് ഹിസ്റ്ററി. ചരിത്ര പഠനം കൂടുതൽ വിശാലവും വൈവിധ്യപൂർവ്വമാകുന്ന പ്രവണതയാണിത്. സാമൂഹിക ചരിത്രം, സ്ത്രീകളുടെ ചരിത്രം, പരിസ്ഥിതി ചരിത്രം തുടങ്ങിയ പുതിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നു. താഴെത്തട്ടിലുള്ളവരുടെ അനുഭവങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നു. സാഹിത്യ അവലോകനം, ലിറ്റററി റിവ്യൂ. ഒരു ഗവേഷണ വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള പഠനങ്ങളെയും രചനകളെയും വിമർശനാത്മകമായി വിലയിരുത്തുന്ന വിഭാഗമാണ് സാഹിത്യ അവലോകനം. ഇത് ഗവേഷണത്തിന്റെ പശ്ചാത്തലം സ്ഥാപിക്കാനും വിടവുകൾ കണ്ടെത്താനും സഹായിക്കുന്നു. ചരിത്ര വസ്തുതകൾ അഥവാ ഹിസ്റ്ററി ഫാക്ട്സ്. ഭൂതകാലത്തെക്കുറിച്ച് തെളിയിക്കപ്പെട്ട വിവരങ്ങളാണ് ചരിത്ര വസ്തുതകൾ. ഇവ പ്രാഥമികവും ദ്വിതീയവുമായ ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി സ്ഥാപിക്കപ്പെടുന്നു. ചരിത്രപരമായ വിശകലനത്തിന്റെ അടിസ്ഥാനം ഈ വസ്തുതകളാണ്. ലോക്കൽ ഹിസ്റ്ററി ഓഫ് കൊങ്കൺ. കൊങ്കൺ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം, സംസ്കാരം, ആളുകൾ, പ്രധാന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത്. മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും തീരദേശ മേഖലയായിട്ടുള്ള കൊങ്കണിന് തനതായ ചരിത്രവും പാരമ്പര്യവുമുണ്ട്. ലോക്കൽ ഹിസ്റ്ററി ഓഫ് പഞ്ചാബ്. പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രം, സംസ്കാരം, ആളുകൾ, സിഖ് ചരിത്രം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത്. പഞ്ചാബിന് സമ്പന്നമായ ചരിത്രവും സാംസ്കാരികമായ പൈതൃകവുമുണ്ട്. മാർക്ക് ബ്ലോക്ക്. ഒരു പ്രമുഖ ഫ്രഞ്ച് ചരിത്രകാരനായിരുന്നു മാർക്ക് ബ്ലോക്ക്. ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ കൃതി ചരിത്ര പഠനത്തിന് വലിയ സംഭാവനകൾ നൽകി. അനലസ് സ്കൂളിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ലൂസിയൻ ഫ്രെബ്. മാർക്ക് ബ്ലോക്കിനൊപ്പം അനലസ് സ്കൂളിന് രൂപം നൽകിയ മറ്റൊരു ഫ്രഞ്ച് ചരിത്രകാരനാണ് ലൂസിയൻ ഫ്രെബ്. സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര പഠനത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി. ഫെർണാഡ് ബ്രോഡൽ.
അനലസ് സ്കൂളിലെ ഒരു പ്രധാന ചരിത്രകാരനായിരുന്നു ഫെർണാണ്ട് ബ്രോഡൽ. ദീർഘകാല ചരിത്രപരമായ പ്രവണതകൾ പഠിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മെഡിറ്ററേനിയൻ ലോകം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. ജിയോഫ്രി എൽട്ടൺ ട്യൂഡർ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ച ഒരു പ്രമുഖ ബ്രിട്ടീഷ് ചരിത്രകാരനാണ് അദ്ദേഹം. രാഷ്ട്രീയ ചരിത്രത്തിനും പ്രാഥമിക ഉറവിടങ്ങളുടെ പ്രാധാന്യത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. റോബർട്ട് പെഗ്സ് വാമൊഴി ചരിത്ര ഗവേഷണ രംഗത്തെ ഒരു പ്രധാന വ്യക്തിയാണ് റോബർട്ട് പെഗ്സ്. വാമൊഴി ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. MLA ഹാൻഡ്ബുക്ക് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു ശൈലീ ഗ്രന്ഥമാണിത്. ഗവേഷണ പ്രബന്ധങ്ങളിലും ലേഖനങ്ങളിലും ഉദ്ധരണികൾ നൽകുന്നതിനും ഗ്രന്ഥസൂചി തയ്യാറാക്കുന്നതിനും ഇത് ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നു. അടിക്കുറിപ്പ് അഥവാ ഫുട്നോട്ട് ഒരു ഡോക്യുമെൻറ്റിലോ പുസ്തകത്തിലോ പേജിൻ്റെ താഴെ നൽകുന്ന അധിക വിവരങ്ങളോ വിശദീകരണങ്ങളോ ആണ് അടിക്കുറിപ്പ്. ഇത് പ്രധാന പാഠത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, എന്നാൽ അതിന് കൂടുതൽ വ്യക്തത നൽകുന്നു, അല്ലെങ്കിൽ ഉറവിടങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നു. ചന്ദ്രകല ബ്രാക്കറ്റുകൾ അഥവാ പാരന്തിസിസ് ചന്ദ്രകല ബ്രാക്കറ്റുകൾ അതായത് പാരന്തിസിസ് എന്ന് പറഞ്ഞാൽ വാക്യത്തിനുള്ളിൽ അധിക വിവരങ്ങളോ വിശദീകരണങ്ങളോ നൽകാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ചന്ദ്രകല ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് പ്രധാന വാക്യത്തിൻ്റെ അർത്ഥത്തെ മാറ്റാതെ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒന്നാണ്. MLA സ്റ്റൈൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഉദാഹരണ ശൈലിയാണിത്. ഇത് പ്രധാനമായും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ ഗവേഷണ പ്രബന്ധങ്ങളിൽ ഉറവിടങ്ങൾ ഉദ്ധരിക്കുന്നതിനും ഗ്രന്ഥസൂചി തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നു. ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് മാർക്ക് ബ്ലോക്ക് എഴുതിയ ചരിത്ര ഗവേഷണത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പുസ്തകമാണിത്. ഒരു ചരിത്രകാരൻ എങ്ങനെ തെളിവുകൾ ശേഖരിക്കണം, വ്യാഖ്യാനിക്കണം, ഭൂതകാലത്ത് പുനർനിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. APA ശൈലിയിലെ ഉദ്ധരണികൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഉദാഹരണ ശൈലിയാണ് APA ശൈലി. ഇത് പ്രധാനമായും സാമൂഹിക ശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിലെ ഗവേഷണ പ്രബന്ധങ്ങളിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ? ഒരു ഗവേഷണ പഠനത്തിന്റെ തുടക്കത്തിൽ രൂപീകരിക്കുന്ന ഒരു താൽക്കാലിക വിശദീകരണമോ പ്രസ്താവനയോ ആണ് ഹൈപ്പോത്തിസിസ്. ഗവേഷകൻ പഠനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങളെയും തെളിവുകളെയും അടിസ്ഥാനമാക്കി ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നു. ഒരു നല്ല ഹൈപ്പോത്തിസിസ് വ്യക്തവും പരിശോധിക്കാവുന്നതും പഠനത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതുമായിരിക്കണം. ഇത് ഗവേഷണത്തിന് ഒരു വ്യക്തമായ ദിശാബോധം നൽകുകയും ഏത് വിവരങ്ങളാണ് ശേഖരിക്കേണ്ടതെന്നും എങ്ങനെ വിശകലനം ചെയ്യണമെന്നും തീരുമാനിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത തരം ഹൈപ്പോത്തിസിസ് ഗവേഷണത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. നാടോടി കഥകൾ ഒരു സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പരമ്പരാഗതമായ കഥകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയാണ് നാടോടി കഥകൾ. ഇത് വാമൊഴിയായ തലമുറകളിലൂടെ കൈമാറി വരുന്നു. സമ്പൂർണ്ണ ചരിത്രം അഥവാ ടോട്ടൽ ഹിസ്റ്ററി ഒരു പ്രത്യേക കാലഘട്ടത്തിലെ എല്ലാ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക വശങ്ങളെയും സമഗ്രമായി പഠിക്കുന്ന സമീപനമാണ് സമ്പൂർണ്ണ ചരിത്രം. അനലസ് സ്കൂളുമായി ഇതിന് അടുത്ത ബന്ധമുണ്ട്. വോയിസ് ഓഫ് ദ പാസ്റ്റ് ബൈ പോൾ തോംസൺ എഴുതിയ വാമൊഴി ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പുസ്തകമാണിത്. വാമൊഴി ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രം, പ്രാധാന്യം, വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ് നാണയങ്ങൾ, മെഡലുകൾ, മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് നാണയശാസ്ത്രം. ഇത് ഒരു കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി, രാഷ്ട്രീയം, കല എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.